സ്നേഹമുള്ളവരെ, വിശുദ്ധ അഗസ്തീനോസ് പൗരാണിക ആഫ്രിക്കയിലെ ഒരു പഴങ്കഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രക്ഷാകര സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നത്. ഒരു കർഷകൻ തൻ്റെ ആയുസ്സിലെ മുഴുവൻ അധ്വാനം കൊണ്ട് വാങ്ങിയ ഒരു സ്വർണ്ണ നാണയവുമായി അദ്ദേഹം ചന്തയിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ എതിരെ വന്നൊരു കുട്ടി വളരെ കുസൃതിയാണ്. അവൻ്റെ കയ്യിലെ പക്ഷിക്കൂട്ടിൽ 5-6 വർണ്ണ പക്ഷികളുണ്ടായിരുന്നു. കർഷകൻ ചോദിച്ചു, നീ ഇവയെ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അവൻ പറഞ്ഞു, എനിക്കിവയെക്കുറിച്ച് ഒരു വിനോദത്തിൻ്റെ പദ്ധതിയുമായിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ വീട്ടിൽ ചെന്നാൽ ആദ്യം ഈ പക്ഷികൾ പറന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ ഇവയുടെ വർണ്ണത്തുവലുകൾ ഞാൻ പറിച്ചു കളയും. അതിനുശേഷം ഓടിപ്പോകാൻ പറ്റാത്ത രീതിയിൽ അവയുടെ കാലിലെ വിരലുകൾ ഞാൻ മുറിച്ചു കളയും. എന്നിട്ട് എൻ്റെ വീട്ടിലെ കരിമ്പൂച്ചകൾക്ക് പീഡനത്തിന് വിട്ടുകൊടുക്കും. മരണവെപ്രാളത്തിൽ അകപ്പെടുന്ന പക്ഷികളുടെ വേദനയിൽ പിടയുന്ന അവസ്ഥ വളരെ സന്തോഷകരമായ ഒരു ആനന്ദ വിഷയമാക്കി ഞാൻ എടുക്കും. കർഷകൻ ഈ കുട്ടിയോട് പലതവണ വിലപേശുന്നുണ്ട് ആ പക്ഷികളെ സ്വതന്ത്രമാക്കാൻ വേണ്ടി. കുട്ടി സമ്മതിക്കുന്നില്ല. ഒടുവിൽ ഈ കർഷകൻ തൻ്റെ ഏക സമ്പാദ്യമായ സ്വർണ്ണ നാണയം കൊടുത്തുകൊണ്ട് ആ പക്ഷികളെ വിലക്കി വാങ്ങുകയാണ്. വിലക്കി കിട്ടിയ ആ പക്ഷികളെ അദ്ദേഹം കാട്ടിലേക്ക് തന്നെ പറത്തിവിടുകയാണ്. പക്ഷികൾക്കറിയില്ല തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ കർഷകൻ കൊടുത്ത മൂല്യം എത്രയാണെന്ന്. അവ കാട്ടിലേക്ക് പറന്നുപോയി. സമാനമായ രീതിയിലാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ രക്ഷാകര ചരിത്രത്തെ വിശദീകരിക്കുന്നത്. പാപം മൂലം സാത്താൻ്റെ കൈകളിൽ അടിമപ്പെട്ടു പോയ മനുഷ്യകുലത്തിൻ്റെ ദൈന്യതയും അവൻ അനുഭവിക്കുന്ന ദുരന്തവും കണ്ട് ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താനോട് വിലപേശുന്നുണ്ട്. വിലപേശലിൽ സാത്താൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നത് തന്നാൽ ഞാൻ അവരെ സ്വതന്ത്രരാക്കാം. ദൈവം വെച്ച ഉപാധികൾ പലതും സാത്താൻ നിഷേധിച്ചു. ഒടുവിൽ തൻ്റെ ഏകജാതൻ്റെ രക്തവും ജീവനും തരാമെന്ന് പറഞ്ഞപ്പോൾ അമൂല്യമായ ആ വാഗ്ദാനത്തിൽ സാത്താൻ എല്ലാം സമ്മതിക്കുകയാണുണ്ടായത്. അങ്ങനെ സാത്താൻ്റെ പിടിയിൽ നിന്നും മനുഷ്യകുലത്തെ ദൈവം പുത്രൻ്റെ മരണവും ഉത്ഥാനവും വഴി രക്ഷിച്ചു. ശൂന്യത പലപ്പോഴും നമുക്ക് നിരാശയുണ്ടാക്കാറുണ്ട്. എന്നാൽ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശൂന്യമാക്കപ്പെട്ട ഒരു കല്ലറ, അതൊരുപാട് പ്രത്യാശയുടെ സൂചനകളാണ്. എല്ലാ ഇല്ലായ്മകളും നമുക്ക് നിരാശയിലേക്ക് തള്ളേണ്ടതില്ല. ഇല്ലായ്മകളിൽ ദൈവത്തിൻ്റെ പ്രകാശം നിറയ്ക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്, അവൻ്റെ ജീവിതത്തിലേക്ക് നിറവുകൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഉത്ഥാന തിരുനാളിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും നിങ്ങളുടെ മനസ്സുകളിലേക്ക് സമൃദ്ധിയുടെ വെളിച്ചം പകരാൻ ഉത്തിതനായ ക്രിസ്തുവിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഹാപ്പി ഈസ്റ്റർ.